പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു. സായാഹ്നമായിരിക്കുന്നു എന്ന്. ഈ ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഒരു കണ്ണുനീരിൻ്റെ ക്രിസ്മസ് നടക്കേണ്ടി വന്നത്. ഒരു കൂട്ടർ കരഞ്ഞുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു, മറ്റൊരു കൂട്ടം പിശാചുക്കൾ, അങ്ങനെ തന്നെ പറയാമല്ലോ. കാരണം സ്നേഹത്തിൻ്റെ ക്രിസ്മസാണ്, ത്യാഗത്തിൻ്റെ രൂപം വെടിഞ്ഞു വന്ന ദൈവത്തിൻ്റെ ജന്മദിനമാണ് ഈ ക്രിസ്മസ്. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എല്ലാം മറന്ന് ഒന്നിച്ചു ചേർന്ന് കർത്താവിൻ്റെ മുൻപിൽ ബലി അർപ്പിച്ച് കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി ഓർക്കുന്ന ഈ ദിവസം, ഈ കൊടിയ തിന്മകളെല്ലാം ചെയ്തിട്ട് ശിക്ഷ, അതായത് തലയ്ക്ക് മുകളിൽ വാള് തൂങ്ങിക്കിടക്കുന്നു, അതൊന്ന് പൊട്ടി, അത് കെട്ടിയിരിക്കുന്ന ചരടൊന്ന് പൊട്ടിയാൽ മതി, ജീവൻ പോകും. അത്തരത്തിലാണ് ശിക്ഷണ നടപടികളുമായി സഭ നിൽക്കുന്നു. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ധകാരത്തിൻ്റെ മക്കൾ, കൃത്യമായിട്ടും ഇത് അന്ധകാരത്തിൻ്റെതല്ല, അത് പിന്നെ ആരുടെ മക്കളാണ്? കാരണം ഫലം അതാണെങ്കിൽ, അന്ധകാരമാണ് ഫലമെങ്കിൽ ഉറപ്പായിട്ടും ആ ഫലവൃക്ഷവും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഈ വിമതരായ പുരോഹിതർ, എങ്ങനെയാണ് ഒരു പ്രദേശത്തൊരു ദേവാലയം ഉണ്ടാകുന്നത്? കുറേ വിശ്വാസികളായ മനുഷ്യർ ഒരു പ്രദേശത്ത് താമസമാകുമ്പോൾ അവർ വീട്ടിലെ പ്രാർത്ഥന കൂടാതെ അവർക്ക് ദേവാലയം വേണം. അതിനുവേണ്ടി നാട്ടുകാരെല്ലാം കൂടെ പിരിച്ച് കുറേ പണം ഉണ്ടാക്കി അരമനയിൽ നിന്ന് അനുവാദം വാങ്ങി, അപ്പോൾ പിതാവ് ഒരാളെ അയക്കും, ഒരു പുരോഹിതനെ, അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ബലിയർപ്പണത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ചെറിയൊരു കൂടാരം കെട്ടി അതിൽ ബലിയർപ്പണം തുടങ്ങിക്കൊണ്ടാണ് പള്ളിപ്പണി തുടങ്ങുന്നത്. പള്ളിപ്പണി തുടങ്ങി 2 വർഷമോ 3 വർഷമോ ഒക്കെ കൊണ്ട് ഈ ഇല്ലായ്മക്കാരൻ പിരിച്ചോണ്ട് ഉണ്ടാക്കിയ കാശിൻ്റെ വലിപ്പത്തിലും ആ ചെറിയ ദേവാലയത്തിൽ കുടികൊള്ളുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിലും ആണ് ഈ പണിയെല്ലാം നടക്കുന്നത്. പണം പിരിക്കുന്നതും കഷ്ടപ്പെടുന്നതും മുഴുവൻ പാവപ്പെട്ട ആത്മായരും അതിന് നേതൃത്വം നോക്കുന്നത് പുരോഹിതനുമായിട്ട് മാത്രം വരും. ദേവാലയം പണിയപ്പെട്ടു, ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നടത്തി, പിതാവ് വന്നത് ബ്ലസ് ചെയ്ത് ഒരച്ഛനെ അതേൽപ്പിച്ചു. അച്ഛനോട് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് വേണ്ടി ഈ ദൈവജനത്തെ പരിപാലിക്കുക, സംരക്ഷിക്കുക, അവരുടെ വിശ്വാസ ജീവിതം നന്നാക്കി കൊണ്ടുപോകുക. അങ്ങനെ സമൂഹം വളരുന്നതനുസരിച്ച് ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടാണ് ഈ ദൈവജനം വളരുന്നത്. കാരണം കുർബാന, പരിശുദ്ധ കുർബാനയുടെ ആരാധന, ദിവ്യകാരുണ്യ ആരാധനയൊക്കെ ആണല്ലോ പള്ളികളിൽ നടക്കുന്നത്. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായിട്ട് ഒരു സമൂഹം ജീവിക്കുന്നു. അങ്ങനെ അവരുടെ മക്കളും ഒക്കെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു സ്കൂൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സ്കൂളിന് വേണ്ട പിരിവെല്ലാം നടത്തി ചെറിയൊരു സ്കൂൾ തുടങ്ങുന്നു. ആ പ്രദേശത്ത് കുഞ്ഞുങ്ങളും എണ്ണം കൂടി വളർന്നു വരുന്നു. ഓരോ ക്ലാസ്സിലും പഠിക്കുന്നതനുസരിച്ച് ആ സ്കൂളിന് കൂടുതൽ ഡിവിഷനുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി വളർന്ന് പിന്നെ അതൊരു 10ാം ക്ലാസ് വരെയുള്ള സ്കൂളും പിന്നെ +2 ഉള്ളതും അങ്ങനെ പഠിച്ചു വളരുമ്പോൾ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർക്കായി അവിടെ കോളേജ് പണിയപ്പെടുന്നു. ഇതിനൊക്കെ കൂടെ നിന്ന് സഹായിക്കാനായിട്ട് മാർപ്പാപ്പയുടെ അധികാരത്തോടെ ബിഷപ്പ് അയച്ചൊരു പുരോഹിതൻ, ഒരു നടത്തിപ്പുകാരൻ എന്നതിനപ്പുറത്തായിട്ട് ഒന്നുമില്ല. കാരണം ദിവ്യകാരുണ്യം ഒരു പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്, അവിടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് ആ പ്രദേശത്തെ വിശ്വാസ സമൂഹം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസ സമൂഹമാണ് കഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടും കാശുണ്ടാക്കിക്കൊണ്ടുവന്ന് സ്കൂളും കോളേജും ഒക്കെ പണിയുന്നത്. അങ്ങനെ പുതിയതായിട്ട് വരുന്ന വൈദികർ പ്രിൻസിപ്പാളാകുന്നു, മാനേജരാകുന്നു, അങ്ങനെയൊക്കെ എല്ലാം അങ്ങനെയാണല്ലോ സഭ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നേതൃത്വം നൽകുന്ന പുരോഹിതനിൽ പിശാച് കയറി. ഇപ്പം ഞാൻ ആൾ മോശമല്ലല്ലോ, ഞാനിവിടുത്തെ വൈദികൻ മാത്രമല്ലല്ലോ, ഞാനിവിടുത്തെ മാനേജരല്ലേ, പ്രിൻസിപ്പാളല്ലേ, എനിക്ക് അധികാരികളുണ്ട്. അതുവരെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ദേവാലയത്തിലായിരിക്കുകയും പ്രാർത്ഥനയിലേക്ക് ദൈവജനത്തെ നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പുരോഹിതന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല. കാര്യങ്ങൾ കൂടി, അച്ഛന് പ്രാർത്ഥിക്കാൻ സമയമില്ല. ബന്ധങ്ങൾ കൂടി, അധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സമൂഹത്തിലെ വലിയ ആൾക്കാരുമൊക്കെ ആയിട്ട് ഇടപെട്ട് വരുമ്പോൾ ഈ അച്ഛൻ്റെ ആത്മീയത നഷ്ടപ്പെട്ട് ഒരു ഭൗതിക അധികാരിയായി മാറി. അതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചിരിക്കുന്നത്.
നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിവൃത്തികെട്ട വീട്ടിൽ നിന്ന് വരുന്ന പുരോഹിതൻ അച്ഛൻ ഇനി നടന്ന് വിഷമിക്കേണ്ട, ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒത്തിരി മനുഷ്യരെ എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എങ്ങനെ അച്ഛൻ ഈ ബൈക്കിലൊക്കെ നടന്ന് ഈ വെയിലും ചൂടും ഒക്കെ കൊള്ളണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കൊരു കാറ് വാങ്ങിച്ചാലോ. അപ്പോൾ കാശുള്ള അച്ചായന്മാർക്ക് കൗതുകം തോന്നിയിട്ട് ഈ അച്ഛനെ രീതിയിലാക്കാൻ, അല്ലാതെ സ്നേഹത്തിൻ്റെ പേരിലൊന്നുമല്ല, നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ ഒന്ന് വരാൻ. അങ്ങനെ പുരോഹിതർ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയല്ല 2-3 പേര് കൂടി ഒരു കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അച്ഛനും സന്തോഷമായി, അച്ഛന് പുതിയ കാറ് കിട്ടി. ഇനിയിപ്പോൾ ഇതിന് പെട്രോൾ അടിക്കണ്ടേ? ഇതിന് പെട്രോൾ അടിക്കാനായിട്ട് അച്ഛൻ്റെ വരുമാനം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ ആ രൂപതയിൽ വരുന്ന കാശെടുക്കുക. അങ്ങനെ എടുത്ത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോരുന്നു. ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവത്തോട് ആലോചന ചോദിക്കാൻ സമയമില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല. ദൈവജനത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു ഭൗതിക കാര്യസ്ഥനായിട്ട് അധപ്പതിക്കുന്നു. പ്രാർത്ഥനയില്ലാത്തവൻ്റെ ഉള്ളിൽ പിശാച് കയറുന്നു, അവനിൽ അഹങ്കാരം തല ഉയർത്തുന്നു. ആ ഉയർന്ന അഹങ്കാരമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഓരോന്നിനെയും ഈ വേണ്ടാത്ത വഴികളിൽ കൊണ്ട് ചെന്നെത്തിച്ച് സഭയ്ക്കെതിരെ ഇത് കലഹിച്ചു കൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞാലും കേൾക്കില്ല, ഞങ്ങൾ പറയുന്ന കേട്ടോണം. അതാണ് ഇന്ന് ഒരച്ഛൻ മുദ്രാവാക്യം വിളിക്കുന്നത്. ഞങ്ങൾ എറണാകുളത്തുകാർ പറയുന്നത് കേട്ടോണം, അല്ലാതെ ആര് പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല, ബിഷപ്പിനെ ഞങ്ങൾ ഓടിക്കും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എത്രയോ വലിയ അന്ധകാരത്തിൻ്റെ പിടിയിലാണ് ഇവർ ചെന്നുപെട്ടിരിക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സഭയുടെ ശിക്ഷണ നടപടികളിലൂടെ കുപ്പായം കയറിക്കഴിഞ്ഞാൽ ഇവനൊരു ധർമ്മക്കാരൻ്റെ വില പോലും കിട്ടാത്ത തരത്തിലേക്ക് അധപ്പതിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഇനിയെങ്കിലും അടങ്ങിയില്ലെങ്കിൽ അടികൊണ്ട് തകർക്കപ്പെടും, ഇതുറപ്പാണ്. ഇസ്രായേലിൻ്റെ വിജയം പോലെ കത്തോലിക്ക സഭ വിജയിക്കും. ഇപ്പോൾ സഭയെ നേതൃത്വം കൊടുക്കുന്ന ഓരോ പുരോഹിതരും അല്ലെങ്കിൽ പുരോഹിത ശ്രേഷ്ഠരുമൊക്കെ അഭിമാനത്തോടെ, വേദനയോടെ ആണെങ്കിലും ശിക്ഷ കൊടുക്കും. ഇതിനു മുമ്പിരുന്നവർ വേദനയോടെ ശിക്ഷ കൊടുക്കാഞ്ഞതാണ് ഈ തകർച്ചയ്ക്ക് കാരണം. കുറ്റപ്പെടുത്തുന്നില്ല, എങ്കിലും അതൊക്കെ സംഭവിക്കും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടും, സഭ ശക്തീകരിക്കപ്പെടും. ഒരു വർഗം സഭയ്ക്ക് വേണ്ടാത്ത, സഭയിൽ കൊള്ളാത്ത, ആത്മാവില്ലാത്തതിനെ പുറത്തേക്ക് കളയും. ബാക്കിയുള്ളവർ അന്തസ്സായിട്ട് ഭൂരിപക്ഷം ജനവും ദൈവത്തോട് ചേർന്ന് നിന്ന്, അതിരൂപതയോടും ഇടവകയോടും ചേർന്ന് നിന്ന്, ഇന്ന് പള്ളി കയറ്റത്തില്ലെന്ന് പറയുന്നവനൊന്നും പിന്നെ പള്ളി വരത്ത് പോലുമില്ല, ആ തരത്തിലേക്ക് മാറും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുവാൻ, ഇനി ന്യൂ ഇയർ വരികയാണ്, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്ക തരത്തിൽ നമ്മുടെ വിശ്വാസം ബലപ്പെട്ട് വിശുദ്ധ ജീവിതം, പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.